എല്ലാവർക്കും നമസ്കാരം. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ഒരു തമ്പിടാം. അതായത് നമ്മുടെ ഇമോജി ഒക്കെ നിങ്ങൾക്ക് കാണാം അല്ലെ? നമ്മുടെ ഇതിൻ്റെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു തമ്പിടാം. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ. കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ലീവ് ചെയ്തിട്ട് റീജോയിൻ ചെയ്യുക. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് തുടക്കത്തിലെ സൂചിപ്പിക്കാം. നമ്മളിപ്പോ എന്താണ് 200-നടുത്ത ആളുകൾ നമ്മുടെ ഈ ലൈവ് മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മൈക്ക് നിങ്ങൾ ഓഫാക്കി വെക്കുക. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങളത് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ പറഞ്ഞു തരാൻ പാകത്തിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ ഈ ക്ലാസ് കഴിയുമ്പോൾ ഇനിയും നിങ്ങൾക്ക് സംശയങ്ങൾ തീർന്നില്ലെങ്കിൽ നിങ്ങളുടെ സംശയം തീർത്തിട്ട് മാത്രമായിരിക്കും നമ്മൾ ഈ ക്ലാസ് വിട്ട് പുറത്തു പോവുക. ഓക്കെ, ഇനി പറയാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മളത് ചോദിച്ചറിഞ്ഞിട്ട് തന്നെ നിങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മൈക്ക് കൃത്യമായിട്ടൊന്ന് ഓഫ് ചെയ്ത് വെക്കുക. ഒരുപാട് പേര് മൈക്ക് ഓൺ ആക്കി വെക്കുന്നുണ്ട്. ഇപ്പോഴും ആരോ മൈക്ക് ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. മൈക്ക് ഓഫ് ആക്കി വെക്കുന്നതായിരിക്കും നമുക്ക് എല്ലാവരുടെയും ശരീരത്തിന് നല്ലതെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും വേണ്ടില്ല, നമുക്ക് ഒരു ആശംസയോടുകൂടി നമുക്ക് തുടങ്ങാം. കാരണം നമ്മൾ ഒരുപാട് പേര് വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന നമ്മളുടെ LP UP നോട്ടിഫിക്കേഷൻ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞു. നമുക്കൊരാളെ തൽക്കാലം റിമൂവ് ചെയ്യേണ്ട വരുമെന്ന് തോന്നുന്നു. വേണ്ട, ഓക്കെ. അപ്പോ നമ്മുടെ LP UP നോട്ടിഫിക്കേഷൻ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞു. നമ്മളെല്ലാവരും അതിനുള്ള യോഗ്യത നേടിയ ആളുകളാണ്. നമ്മൾ ഒരുപാട് നാളുകളായി കാത്തിരിക്കുന്ന ഒരു പരീക്ഷയാണ് അല്ലെ, LPSA UPSA എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്, നമുക്ക് നിലവിലെ ഈ വർഷം എത്ര പേര് വെച്ചു എന്നോ എവിടെയൊക്കെ എത്ര പേരുടെ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ടോ എന്നോ നമുക്ക് അറിയാറായിട്ടില്ല. അതിപ്പോ നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് നമുക്ക് അറിയാൻ കഴിയും. എന്നാൽ നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് കഴിഞ്ഞ തവണ നമുക്ക് എത്രയായിരുന്നു കട്ട് ഓഫ്, കഴിഞ്ഞ തവണ എവിടെയായിരുന്നു ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ ഉള്ളത്, നമുക്ക് ഈ വർഷം എവിടെ ആപ്ലിക്കേഷൻ വെക്കാൻ പറ്റും, ഏതൊക്കെ യോഗ്യതയുള്ളവർക്കാണ് ഇത് വെക്കാൻ പറ്റുന്നത്, ഇനി നമ്മൾ എങ്ങനെ പഠിക്കണം, ഇനി പഠിച്ചാൽ നമുക്ക് കിട്ടുമോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പൊ തുടക്കത്തിലെ തന്നെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ഒരു സ്വപ്ന ജോലി തന്നെയാണ് ഈ അധ്യാപക ജോലി എന്ന് പറയുന്നത് അല്ലെ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഗവൺമെന്റ് സ്കൂൾ അധ്യാപകൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളുടേതായ രീതിയിൽ നമ്മളുടെ കഴിവുകളെല്ലാം നമ്മുടെ മുൻപിലിരിക്കുന്ന കുട്ടികളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനം തന്നെയാണ്. ഇപ്പൊ പഴയ ഒരു നിലവാരമല്ല നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകൾക്കുള്ളത്. എയ്ഡഡ് സ്കൂളുകളെക്കാളും നിലവാരം കൂടിയ സ്കൂളുകളാണ് ഇപ്പം ഗവൺമെന്റ് സ്കൂളുകൾ. അതുപോലെ തന്നെ കുട്ടികളും ഇഷ്ടം പോലെ നമ്മുടെ മുമ്പിലേക്ക് എത്തും. അപ്പൊ നമ്മൾ ചെറിയ ആളുകളാണ്, നമ്മൾ എന്തായാലും 40 വയസ്സിലൊക്കെ താഴെയുള്ള ആളുകളാണ്. അപ്പൊ നമുക്ക് ഒരുപാട് കഴിവുകളുണ്ട്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷെ നമ്മളൊരു മാനേജ്മെന്റിന്റെ കീഴിൽ നിൽക്കുമ്പോൾ നമുക്ക് അതിനൊക്കെ പരിമിതികൾ ഉണ്ടാവും, പലതരത്തിലുള്ള പരിമിതികൾ ഉണ്ടാവും. PTA ഭാഗത്തു നിന്നുള്ള പരിമിതികൾ ഉണ്ടാവും, മാനേജ്മെന്റ് ഭാഗത്തു നിന്നുള്ള പരിമിതികൾ ഉണ്ടാവും, ടീച്ചർമാരുടെ ഭാഗത്തു നിന്നുള്ള പരിമിതികൾ ഉണ്ടാവും. പക്ഷെ ഒരു ഗവൺമെന്റ് സ്കൂളിൽ ഈ പരിമിതികൾ ഒന്നുമില്ല. പോരാത്തതിന് ഇത്രത്തോളം സന്തോഷത്തോടു കൂടി ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയും വേറെ. പിന്നെ ഇത് LP UP ഒരു പരീക്ഷയാണ്, അതായത് 7ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള പരീക്ഷയാണ്. പിന്നെ നമ്മളുടെ ഭാവി, നമ്മുടെ മുൻപിലേക്കുള്ള ഭാവി നോക്കിയാലും നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും നമ്മുടെ വീട്ടിലുള്ളവർക്കാണെങ്കിലും എൻ്റെ അച്ഛൻ അല്ലെ എൻ്റെ അമ്മ ഒരു അധ്യാപികയാണ് എന്ന് പറയുന്നത്, ഒരു ഗവൺമെന്റ് സ്കൂൾ അധ്യാപികയാണെന്ന് പറയുന്നത് വളരെ മികവുള്ള ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് ഇതൊരു പരീക്ഷണം തന്നെയാണ്. നിങ്ങളെ സംബന്ധിച്ചൊരു പരീക്ഷ എന്ന് പറയാൻ പറ്റില്ല, ഒരു പരീക്ഷണം തന്നെയാണ്. നമുക്കിപ്പോ കാണാം കഴിഞ്ഞ പ്രാവശ്യം എത്ര പേരെ നിയമിച്ചു എന്നൊക്കെ ഉള്ളത് നമുക്കിപ്പോ കാണാം. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ക്ലാസ് എടുക്കുന്നത് തന്നെ നിങ്ങളുടെ പഠനത്തിന് കുറച്ചുകൂടി മാറ്റു കൂട്ടാൻ വേണ്ടിയിട്ടാണ്. കേട്ടറ്റ് നേടുക എന്ന് പറയുന്ന വലിയൊരു കടമ്പ കടന്ന് വിജയിച്ചു നിൽക്കുന്നവരാണ് നിങ്ങൾ. അതൊരു വലിയ കടമ്പ തന്നെയാണ്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഈ LP UP എന്ന് പറയുന്ന അത്ര വലിയ പാടുള്ള സംഭവമൊന്നുമല്ല. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം അതിന്റെ എല്ലാ മേഖലകളും. അപ്പൊ നമ്മുടെ ക്ലാസ്സുകളിലേക്ക് തുടങ്ങുന്നതിന് മുമ്പ് പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും ലിസ്റ്റിൽ കയറാനുള്ള ഇടവരുത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീനിൽ കാണാം അല്ലെ, നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു ചിത്രം കാണാം. ഇത് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ആപ്ലിക്കേഷൻ ആയിരുന്നു. കഴിഞ്ഞ LP UP പരീക്ഷയുടെ ആപ്ലിക്കേഷനുകളുടെ എണ്ണമായി. നിങ്ങൾക്ക് ഇവിടെ ഒന്ന് പരിശോധിക്കാം അല്ലെ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, നിങ്ങൾ പറയണ്ട, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾ മൈക്ക് ഒരാൾ ഓൺ ആക്കിയാൽ പിന്നെ അത് നമുക്ക് അങ്ങനെ ഒരു ചീത്ത സ്വഭാവമുണ്ട്. നമ്മൾ മൈക്ക് ഓൺ ആക്കിയിട്ട് അങ്ങ് പോകും, പിന്നെ അത് ഓഫ് ആക്കാൻ നമുക്ക് അറിയത്തില്ല. ഓൺ ആക്കാൻ നമുക്കറിയാം, പക്ഷെ ഓഫ് ആക്കാൻ നമുക്ക് അറിയത്തില്ല. ഇപ്പോഴും ഉണ്ട് ആതിര വിജേഷ് മൈക്ക് ഓൺ ആക്കി വെച്ചിട്ട് പോയി. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ.
നമുക്ക് ഇവിടെ നോക്കുമ്പോൾ അറിയാം, നമ്മുടെ ഈ ഒരു ഗ്രാഫ് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ആതിര വിജേഷിനെ നമ്മൾ തൽക്കാലം റിമൂവ് ചെയ്യുന്നു. ഓക്കെ, ആതിര വിജേഷ് പോട്ടെ, വീട്ടിലെ കാര്യങ്ങളൊക്കെ തീർത്തിട്ട് വരട്ടെ, നമുക്ക് പിന്നെ ആതിര വിജേഷിനെ കയറ്റാം. ഓക്കെ, അപ്പൊ എന്താണ് നമ്മള് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇതിൽ ഏറ്റവും പൊക്കത്തിൽ നിൽക്കുന്നത് ഏതാണ്? ഇതിന്റെ അകത്ത് പച്ച കളറിൽ കാണിച്ചേക്കുന്നതാണ് UP, അതുപോലെ തന്നെ നീല കളറിൽ കാണിച്ചേക്കുന്നതാണ് LP. നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം വലിയ ഒരു ഒരു സംസാരവും കാര്യങ്ങളും ഒക്കെ വലിയ വാർത്തയായതാണ്. മലപ്പുറത്തായിരുന്നു ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നത്. അത് UP 23,440 എണ്ണവും LP 8,946 എണ്ണവുമാണ് ഉണ്ടായിരുന്നത്. അതുപോലെ ഏറ്റവും കുറവുള്ളത് ഇതിൻ്റെ അകത്ത് ഏതാന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. കോട്ടയം ഭാഗത്താണെങ്കിൽ UP 3,763, അതുപോലെ തന്നെ 1,232. പത്തനംതിട്ടയിലാണെങ്കിൽ LP 1,009 എണ്ണം മാത്രമാണ്. ഇടുക്കിയിലാണെങ്കിൽ LP 909 എണ്ണം മാത്രമാണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ LP ഏറ്റവും കുറവ് വന്നിരിക്കുന്നത് ഏതൊക്കെ ജില്ലകളിലാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഇടുക്കിയിൽ 909, അതുപോലെ തന്നെ പത്തനംതിട്ടയില് 1,009 ആണ്. നമ്മൾ ഇപ്പൊ ഇത് ജസ്റ്റ് ഒരു കണക്കായിട്ട് മാത്രം നിങ്ങൾ കരുതി വെക്കുക. നമ്മൾ അടുത്ത ഒരു ഇതിലേക്ക് പോകുമ്പോഴാണ് ഇത് എന്തിനാണ് ഇത് പറയുന്നത് എന്നുള്ളതിന്റെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ നിങ്ങൾ നോക്കുക, ഏറ്റവും UP ഏറ്റവും കുറവുള്ളതിൻ്റെ അകത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം അല്ലെ, 2,340 അപേക്ഷകരായിരുന്നു എവിടെ ഉണ്ടായിരുന്നത്? തൃശ്ശൂരിലുണ്ടായിരുന്നു. അപ്പം തൃശ്ശൂരിലായിരുന്നു UP ഏറ്റവും കുറവ് വന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കാം. നിങ്ങളുടെ ഇനി അങ്ങോട്ടേക്കുള്ള നിങ്ങൾ ആപ്ലിക്കേഷൻ വെക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കണം, നിങ്ങൾ ഏത് ജില്ലയിൽ വെക്കണം. ഏത് ജില്ലയിൽ വെച്ചാലും പഠിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. എന്നാലും നിങ്ങൾക്ക് നമ്മൾ എപ്പോഴും ഒരു അപഗ്രഥനവും ഒരു നിഗമനവും ഒക്കെ നടത്താറുണ്ടല്ലോ, ഇനി അത് കാരണം നിങ്ങൾക്ക് കിട്ടാതെ പോകരുത്. അങ്ങനെ വെക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ അപേക്ഷകൾ വെച്ചിരിക്കുന്നത് എവിടെയാണെന്ന് അറിയാനായിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് കൺഫർമേഷൻ കൊടുത്ത ആളുകളുടെ എണ്ണമാണ്. നമുക്കറിയാം പരീക്ഷ നമ്മൾ ആപ്ലിക്കേഷൻ വെച്ചാൽ മാത്രം പോരാ, നമുക്കൊരു മെസ്സേജ് വരും PSC അല്ലെ, നിങ്ങൾ ഈ പരീക്ഷ എഴുതാൻ വേണ്ടി യോഗ്യത നേടിയ ആളുകളാണ്, നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? നിങ്ങൾക്കൊരു മെസ്സേജ് വരും. അപ്പൊ നമ്മൾ അതിൻ്റെ അകത്ത് കൺഫേം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെ കൺഫർമേഷൻ കൊടുത്തിട്ട് പരീക്ഷ എഴുതിയത് ഇടുക്കിയിൽ വെറും 766 പേര് മാത്രമാണ്. അതുപോലെ തന്നെ പത്തനംതിട്ടയിലെ 878 ആളുകൾ മാത്രമാണ്. കാരണം ഇതെന്താണ്, കേട്ടറ്റ് ഉള്ളവർക്ക്, കേട്ടറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകർക്ക് മാത്രമേ ഈ പരീക്ഷ എഴുതാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ മുൻപേ പറഞ്ഞ നമ്മുടെ തൃശ്ശൂരിലത്തെ അവസ്ഥയൊക്കെ നമുക്ക് എടുത്തു നോക്കിയാൽ കൃത്യമായിട്ട് കാണാം. ഓരോ ഭാഗത്തും നമുക്ക് LP UP ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് കൺഫർമേഷൻ കൊടുത്ത ആളുകളുടെ എണ്ണം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി ഇത് നമുക്ക് മൊത്തത്തിലൊന്ന് പഠിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് നോക്കുക അറിയാം, LP ആപ്ലിക്കേഷൻ കൊടുത്ത് 2,528 പേരാണെങ്കിൽ കൺഫർമേഷൻ കൊടുത്ത് 2,057 പേരും. അതുപോലെ തന്നെ ഇടുക്കിയിലാണെങ്കിൽ 909 പേര് അപേക്ഷ കൊടുത്തു, പക്ഷെ 766 പേരെ കൺഫർമേഷൻ കൊടുത്തുള്ളൂ. കാരണം കൺഫർമേഷൻ കൊടുത്തവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ? പരീക്ഷ എഴുതാൻ പറ്റിയിട്ടുള്ളൂ. ഇങ്ങനെ കൊടുത്ത ഇതിൻ്റെ അകത്ത് ഇത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് വേണേൽ എടുത്തു വെക്കാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്ര എണ്ണം ആപ്ലിക്കേഷൻ പോയിട്ടുണ്ട്, അതിൽ എത്ര കിട്ടിയിട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കേ, നമുക്ക് ഓരോ ജില്ലയിലും കഴിഞ്ഞ പ്രാവശ്യം വന്ന ഷോർട്ട് ലിസ്റ്റിന്റെ എണ്ണമാണ് ഈ കാണുന്നത്. അതായത് LP UP തലത്തിൽ LP തിരുവനന്തപുരത്ത് 446 പേരുടെ ലിസ്റ്റ് ഇട്ടു, അതുപോലെ കൊല്ലത്ത് 450 പേരുടെ ലിസ്റ്റ് ഇട്ടു, പത്തനംതിട്ടയിൽ 298 പേരുടെ ലിസ്റ്റ് ഇട്ടു, ആലപ്പുഴയിൽ 403 പേരുടെ ലിസ്റ്റ് ഇട്ടു, അതുപോലെ 303 പേരുടെ ലിസ്റ്റ് ഇട്ടു. ഇവിടെ നോക്കി ഇടുക്കിയിൽ 303, 388, 451, 447, 997 എന്ന രീതിയിലാണ് കഴിഞ്ഞ പ്രാവശ്യം എന്ത് ചെയ്തത്? ലിസ്റ്റ് ഇട്ടത്. ഇതും പ്രകാരം നമുക്ക് നോക്കാം. ഇപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ വിളിച്ചേക്കുന്ന മലപ്പുറത്താണ്. മലപ്പുറത്ത് എത്ര പേർ അപേക്ഷിച്ചപ്പോഴാണ്? 8,946 പേര് അപേക്ഷിച്ചെടുത്ത് ഇട്ട ലിസ്റ്റ് എന്ന് പറയുന്നത് 997 ഉള്ളൂ. അത് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് കാണാൻ പറ്റും. അതായത് ഇത് നമുക്കിപ്പോ കഴിഞ്ഞ ഒരു 20 ദിവസം മുമ്പ് വരെയുള്ള ക്രമത്തിൽ എടുത്തേക്കുന്ന ആളുകളുടെ എണ്ണമാണ്. നമുക്ക് ഇത്രയും ആളുകളെ ഇതിൻ്റെ അകത്ത് നിന്ന് ലിസ്റ്റും പ്രകാരം വിളിച്ചു പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എപ്പോഴും അപേക്ഷകർ കൂടുന്നിടത്ത് എന്താണ്, ഒഴിവുകൾ ഒരുപാട് ഉണ്ടാവണം എന്നില്ല.
ഏറ്റവും കൂടുതൽ ആളുകളെ വിളിച്ചിരിക്കുന്ന ലിസ്റ്റ് പ്രകാരം ഏറ്റവും കൂടുതൽ ആളുകളെ വിളിച്ചിരിക്കുന്ന ഇപ്പൊ ഇടുക്കിയിലൊക്കെ ആണെങ്കിൽ നോക്കിക്കേ 301 പേരെ വിളിച്ചു. ആകെ മൊത്തം പരീക്ഷ എഴുതിയ എത്ര പേരാണ്? 766 പേരാണ് പരീക്ഷ എഴുതിയത്. അതിൻ്റെ അകത്ത് ലിസ്റ്റിൽ വന്നതിൻ്റെ അകത്ത് 301 ആളുകളെ വരെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പൊ നിലവിൽ വിളിച്ചു പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ ഒഴിവുകൾ ഒരുപാട് ഉള്ളത് എവിടെയാണ് എന്ന് നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല. കാരണം ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. എവിടെയൊക്കെ വേക്കൻസി ഉണ്ടാവുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കഴിഞ്ഞ ലിസ്റ്റ് ഇട്ടിട്ട് ഏറ്റവും കൂടുതൽ ആളുകളെ എവിടെയാണോ വിളിച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. കഴിഞ്ഞ ആ ഒരു ലിസ്റ്റ് ഇട്ടതിന് ശേഷം ഏറ്റവും കൂടുതൽ ആളുകളെ എവിടെയാണ് വിളിച്ചിരിക്കുന്നത് അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏറ്റവും കൂടുതൽ ആളുകളെ വിളിച്ചിരിക്കുന്നത് എവിടെയാണോ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആപ്ലിക്കേഷൻ വെക്കാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മുടെ എന്താണ് ഇടുക്കി ജില്ലയില് നമുക്ക് നോക്കിയാൽ അറിയാം 303 പേരുടെ 301 പേരുടെ LP 303 പേരുടെ UP ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് നിലവില് LPയിൽ അഡ്വൈസ് കൊടുത്തേക്കുന്നത് 28 പേർക്ക് മാത്രമാണ്. UPയുടെ കണക്ക് നമുക്ക് കിട്ടിയിട്ടില്ല. അതായത് ഈ 303 പേരുടെ ലിസ്റ്റ് ഇറക്കിയപ്പോ അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് എത്ര എണ്ണമാണ്? വെറും 28 എണ്ണം മാത്രമാണ് UPയിൽ ഇപ്പൊ നിലവില് അഡ്വൈസ് പോയിരിക്കുന്നത്. ഇനി അത് നോക്കിക്കേ, അടുത്ത നിങ്ങൾ ഈ പറഞ്ഞ മലപ്പുറം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന മലപ്പുറത്ത് നമുക്ക് പോയിരിക്കുന്നത് എത്രയാണെന്നറിയാമോ? LPയില് 766 എണ്ണമാണ് പോയേക്കുന്നത്. 997 766 എണ്ണമാണ് LPയിൽ നിലവിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ UPയിലാണെങ്കിൽ 27 അഡ്വൈസ് ആണ് കൊടുത്തേക്കുന്നത്. ഇതൊക്കെയാണ് നിലവിലത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്ക് പ്രകാരം, ഒരു 20 ദിവസത്തിന് മുമ്പ് എടുത്ത കണക്ക് പ്രകാരം വന്നിരിക്കുന്ന അഡ്വൈസുകളുടെ എണ്ണം. അപ്പൊ നമ്മൾ നോക്കുമ്പം ഇങ്ങനെ നോക്കണം, അതായത് എവിടെയാണ് ഒഴിവുകൾ ഉണ്ടായിരുന്നത്, അതിൽ എത്ര എണ്ണം ഫില്ല് ചെയ്തു. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ ഈ 301 എണ്ണത്തിന്റെ അകത്ത് 28 എണ്ണം കൊടുത്ത് ഇവിടെ ഇനി എത്ര എണ്ണം കൊടുക്കാനുണ്ട്? എത്രയോ പേർക്ക് ജോലി കിട്ടാനുണ്ട്. പക്ഷെ ഇവിടെ 997 ഒഴിവേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ അകത്ത് 766 അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താണ്? ഇനിയും നമുക്ക് ചാൻസ് ഉണ്ട്. അങ്ങനെ വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, ഇതിനെ വിലയിരുത്താനായിട്ട്. ഞാൻ എന്റെ കണക്കുകൾ നിങ്ങൾക്ക് നമ്മുടെ എന്താണ് ഇതിൽ ഇട്ട് തരാം. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഇനി അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിസ്റ്റും പ്രകാരം ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരാം. അതായത് ഓരോ സ്ഥലത്തും എത്ര അഡ്വൈസ് വരെ പോയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ ഇട്ട് തരാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇതിൻ്റെ അകത്ത് വേണേ ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞുതരാം. തിരുവനന്തപുരത്ത് 194 എണ്ണമാണ് പോയേക്കുന്നത്. പിന്നെ കൊല്ലത്ത് 207 എണ്ണം പോയിട്ടുണ്ട്. പത്തനംതിട്ടയില് 120 എണ്ണം പോയിട്ടുണ്ട്. പിന്നെ കോട്ടയത്ത് 69 എണ്ണം പോയിട്ടുണ്ട്. ആലപ്പുഴയില് 82 എണ്ണം പോയിട്ടുണ്ട്. കണ്ടോ, ഇവിടെയൊക്കെ നിങ്ങൾ നോക്കിയാൽ 403 എണ്ണം ഉള്ളതിൻ്റെ അകത്ത് 82 എണ്ണം മാത്രമാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ 28 എണ്ണം. പിന്നെ എവിടെയാണ്? എറണാകുളത്ത് വന്നിട്ട് 52 എണ്ണമാണ് പോയേക്കുന്നത്. പിന്നെ തൃശ്ശൂരാണെങ്കിൽ 264 അഡ്വൈസ് പോയിട്ടുണ്ട്. പിന്നെ പാലക്കാടാണെങ്കിൽ 142, മലപ്പുറത്ത് 766, അതുപോലെ കോഴിക്കോടാണെങ്കിൽ 277. പിന്നെന്താണ്, നമ്മുടെ വയനാടാണെങ്കിൽ നമുക്ക് വയനാട്ടിലെ കണക്ക് വന്നിട്ടില്ല, വയനാട്ടിലെ കണക്ക് കിട്ടിയിട്ടില്ല. അടുത്തത് കണ്ണൂരാണെങ്കിൽ 29 എണ്ണം. പിന്നെ നമ്മുടെ കാസർഗോഡാണെങ്കിൽ 241 എണ്ണം. ഇതാണ് നിലവിലത്തെ LPയുടെ ഒരു കണക്ക്. അതുപോലെ UPയുടെ നോക്കുവാണെങ്കിൽ ഇവിടെ 163 എണ്ണം പോയിട്ടുണ്ട്. അതുപോലെ കണ്ണൂരാണെങ്കിൽ 55 എണ്ണം പോയിട്ടുണ്ട്. പിന്നെ വയനാട്ടിലാണെങ്കിൽ 22 എണ്ണം പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കോഴിക്കോടാണെങ്കിൽ 124 എണ്ണം പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മലപ്പുറത്താണെങ്കിൽ 27 എണ്ണം പോയിട്ടുണ്ട്.
അതുപോലെ പാലക്കാടാണെങ്കിൽ 81 എണ്ണം പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ തൃശ്ശൂരാണെങ്കിൽ 63 എണ്ണം പോയിട്ടുണ്ട്. പിന്നെ എറണാകുളത്ത് 23, ഇടുക്കിയില് കോട്ടയത്ത് ഇടുക്കിയുടെ ലിസ്റ്റ് വന്നിട്ടില്ല. കോട്ടയത്ത് നമുക്ക് പോയേക്കുന്ന 23. പിന്നെ നമുക്ക് പത്തനംതിട്ടയിൽ 12. അതുപോലെ തന്നെ കൊല്ലത്ത് നമുക്ക് 23. തിരുവനന്തപുരത്ത് മാത്രം 118 എണ്ണം പോയിട്ടുണ്ട്. ഇതാണ് നിലവില് അഡ്വൈസ് പോയേക്കുന്നത്. നമുക്ക് എന്താണ് എത്ര ഒഴിവുകൾ ഉണ്ടെന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ. അതിൻ്റെ അകത്ത് ഇത്രയും പേർക്കാണ് നിലവില് ജോലി കൊടുത്തിരിക്കുന്നത്. 446 പേര് അപേക്ഷ വെച്ചതിൽ 194 പേർക്ക് പോയിട്ടുണ്ട്. നമുക്ക് ഒരു ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ നമുക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ പോയേക്കുന്നത്? മലപ്പുറത്ത് തന്നെയാണ്. LP-യിൽ ഏറ്റവും കൂടുതൽ പോയേക്കുന്നത് മലപ്പുറത്താണ്. പക്ഷെ UP-യിൽ ഏറ്റവും കുറവ് പോയേക്കുന്നതും മലപ്പുറത്താണ്. അപ്പൊ നമ്മൾ ഈ ഒരു രീതി നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, നമ്മൾ അടുത്ത പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ പരിഗണിക്കേണ്ട മറ്റൊരു ഘടകമാണ് കട്ട് ഓഫ് മാർക്ക്. ഈ കട്ട് ഓഫ് മാർക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു പരീക്ഷ എത്ര പേര് എഴുതുന്നോ ആ പരീക്ഷയിൽ അവരൊരു ഉദ്ദേശ ലിസ്റ്റ് തയ്യാറാക്കും. ആ ലിസ്റ്റും പ്രകാരം എത്ര പേര് വേണമോ ആ അത്രയും പേരിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ആളുകളെ വെച്ചിട്ട് അവരൊരു ക്രൈറ്റീരിയ തയ്യാറാക്കിയിട്ട് അത് വെച്ചിട്ടാണ് ഈ കട്ട് ഓഫ് മാർക്ക് തയ്യാറാക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാം. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ 26 ഇടുക്കിയിൽ 26.67 ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം കട്ട് ഓഫ് മാർക്ക്. ഈ 26-67 വെച്ചിട്ട് എത്ര പേരെയാണ് എടുത്തേക്കുന്നത്? 301 പേര്. 301 പേര് 26.67 മുകളിൽ മാർക്ക് മേടിച്ചവരാണ്. 26.67 എന്നൊന്നും പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഒരു വലിയൊരു കടമ്പ ഒന്നുമല്ല. പക്ഷെ അത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് മലപ്പുറത്തിനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 50 മാർക്കായിരുന്നു അവിടെ കട്ട് ഓഫ്. അത്രയും പേര് എഴുതിയിട്ട് 50-ന് മേളിൽ മാർക്ക് മേടിച്ച ആളുകളെ മാത്രമാണ് എന്ത് സംഭവിച്ചത്? ഈ പറയുന്ന 766 പേർക്ക് ഇപ്പം സർവീസിൽ ജോലിക്ക് കയറാൻ പറ്റിയത്. അപ്പൊ നമ്മളും ഈ കട്ട് ഓഫ് കൂടി പരിഗണിക്കണം. കട്ട് ഓഫ് ഉണ്ടാകുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളുടെ എണ്ണം, അവിടെ ഏറ്റവും കൂടുതൽ എവിടെയാണ് ആപ്ലിക്കന്റുകൾ ഉള്ളത്, അതുപോലെ തന്നെ അതിൽ അവരെത്രത്തോളം സ്കോർ ചെയ്യുന്നുണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടിരിക്കും. അല്ലാതെ നമുക്ക് ഒരിക്കലും ഇപ്പൊ ഈ UP-യുടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, കണ്ടോ, ഇവിടെ എല്ലാം തന്നെ 50-ന് മേലെയാണ് കട്ട് ഓഫ് വന്നേക്കുന്നത്. കാരണം അവരെല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്തവരാണ്. ആ പരീക്ഷ എഴുതിയേക്കുന്നവരെല്ലാവരും നല്ല രീതിയിൽ സ്കോർ ചെയ്തവരാണ്. അപ്പം നിങ്ങളുടെ പരീക്ഷയും എളുപ്പമുള്ള ഒരു പരീക്ഷയാണെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യും? അത്യാവശ്യം സ്കോർ ചെയ്യും. അപ്പൊ നമ്മളൊരു 80 മാർക്കിന് മുകളിലെങ്കിലും സ്കോർ മേടിക്കാൻ പാകത്തിനുള്ള രീതിയിൽ പഠിച്ചെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആദ്യം നമുക്ക് ഈ പറയുന്ന ലിസ്റ്റിലോട്ട് കയറാൻ പറ്റുള്ളൂ. സപ്ലിമെന്ററി ഒന്നും എടുത്തു തുടങ്ങിയിട്ട് പോലുമില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ സപ്ലിമെന്ററി ഒക്കെ കിട്ടും, സപ്ലിമെന്ററിയിലുള്ളവർക്കും കിട്ടുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ സപ്ലിമെന്ററിയിൽ അതുപോയിട്ട് നമ്മുടെ മെയിൻ ലിസ്റ്റിലുള്ളവരെ പോലും എടുത്തു തുടങ്ങിയിട്ടില്ല. എടുത്തു തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പലയിടത്തും എടുത്തു തുടങ്ങിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ 2025-ലൊക്കെ ഇപ്പൊ നമുക്ക് ഈ പരീക്ഷ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് വരുമെന്ന് പറഞ്ഞേക്കുന്നത്. ഈ 2025-ല് ഉള്ള റിട്ടയർമെന്റുകൾ എന്നൊക്കെ പറയുന്നത് വളരെ അധികമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതലാണ്. വെറുതെ പരീക്ഷ എഴുതിയേക്കുന്നവനും കിട്ടുമെന്നൊക്കെ ഉള്ള രീതിയിലാണ് പുറത്ത് വാർത്തയൊക്കെ പരക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു സ്കോർ മേടിച്ചാൽ, കാരണം ഒരുപാട് റിട്ടയർമെന്റ് ഉള്ള ഒരു വർഷമാണ് ഈ 2025 മാർച്ച് എന്ന് പറയുന്നത്. ഈ 2025 മാർച്ചിൽ വരുന്ന റിട്ടയർമെന്റുകൾ അതായത് നമ്മുടെ PSC-യുടെ നോട്ടിഫിക്കേഷൻ പറഞ്ഞേക്കുന്ന പ്രകാരം ഈ PSC-യുടെ ലിസ്റ്റ് വന്ന് ആ മാസം മുതൽ ഒരു വർഷത്തേക്ക് നോർമൽ കാലാവധി ഉണ്ടായിരിക്കും. പിന്നെ ആ ഒരു വർഷം മുതൽ 3 വർഷം വരെ ഈ ഒരു ലിസ്റ്റ് ഉപയോഗിക്കാം. ഇനി അതിന് മുൻപായിട്ട് വേറൊരു പരീക്ഷ നടത്തേണ്ട ഏതെങ്കിലും സാഹചര്യം വരികയോ അല്ലെങ്കിൽ ഈ ലിസ്റ്റ് തീരുകയോ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? പുതിയൊരു ലിസ്റ്റ് ഇറക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഈ 3 വർഷത്തിനകത്തുള്ള സമയത്ത് മുഴുവൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഈ ലിസ്റ്റിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 3 വർഷത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒഴിവ് വരുന്നതനുസരിച്ച് ജോലി കയറാം. അതായത് 2024-ൽ വരുന്ന വേക്കൻസി, 25-ൽ വരുന്ന വേക്കൻസി, 2026-ൽ വരുന്ന വേക്കൻസി, 2027-ന്റെ വേക്കൻസിയും കൂടി മേടിച്ചിട്ട് വേക്കാം നിങ്ങൾക്ക് ജോലിയിൽ കയറാം. അപ്പൊ അതുകൊണ്ട് ഈ 2023-ന് മുൻപോട്ടുള്ളത് പോലെ അല്ല 24-ന് ശേഷം അങ്ങോട്ടുള്ളത്.
2025 ഒരുപാട് റിട്ടയർമെന്റുകൾ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അപേക്ഷ വെക്കുമ്പോൾ ഇപ്പൊ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. ഈ ഒരു 20-ാം തീയതിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് നിലവിലത്തെ ഒരു സാഹചര്യം അറിയാൻ പറ്റും. നമ്മളെല്ലാരും ചെയ്യുന്നത് ആദ്യം തന്നെ കൊണ്ടുപോയിട്ട് ഈ അപേക്ഷ തീർന്നു പോയാലോ എന്ന് വിചാരിച്ച് ആദ്യം തന്നെ കൊണ്ടുപോയി അപേക്ഷ വെക്കുന്ന ഒരു പതിവ് നമുക്കുണ്ട്. നമുക്ക് എല്ലാവർക്കും ഭയങ്കര തിരക്കാണ്. അപ്പൊ ആ ഒരു തിരക്ക് ഒഴിവാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ന് പറഞ്ഞാൽ പരീക്ഷയുടെ തലേദിവസം വരെ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട. അതിന് മുൻപ് വരുന്ന ഏതെങ്കിലും ഒരു തിങ്കളാഴ്ച വരുന്ന നമുക്ക് ലാസ്റ്റ് വാർത്താ തൊഴിൽ വീതിയിലേക്കാണ് കൃത്യമായിട്ടുള്ള ഒരു ലിസ്റ്റ് വരാൻ. അപ്പോ അല്ലെങ്കിൽ PSC ബുള്ളറ്റിനിൽ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാല് നിലവിലത്തെ സാഹചര്യത്തിൽ ഇതിന്റെ ഒരു ലിസ്റ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ഇപ്പൊ നിലവിൽ കുറെ പേര് ആവേശം മൂത്ത് 1-ാം തീയതി മുതൽ 8-ാം തീയതി 10-ാം തീയതി വരെ ആകുമ്പോഴത്തേക്ക് ഒരു 90% പേര് അപേക്ഷ വെക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബാക്കിയുള്ളവർ എന്ത് ചെയ്യുക, ഈ അപേക്ഷ വെച്ചേക്കുന്നവർ എവിടെയാണെന്ന് നോക്കിയിട്ട് അവിടുത്തെ നിലവിലത്തെ ഒഴിവുകൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ലിസ്റ്റും പ്രകാരം എത്ര പേരെ എടുത്തു എന്നുകൂടി പരിഗണിച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, അപേക്ഷിക്കാനായിട്ട്. അല്ലാതെ നമ്മൾ ചാടി കയറി ഒരിടത്ത് കൊണ്ട് കൊടുക്കുന്നതിൽ അർത്ഥമില്ല. പിന്നെ കട്ട് ഓഫ് മാർക്ക് കൂടി നമ്മൾ പരിഗണിക്കണം. അതായത് കട്ട് ഓഫ് മാർക്ക് പരിഗണിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കണം ഏറ്റവും കുറവ് അപേക്ഷകർ എവിടെയാണോ അവിടെ ആയിരിക്കും കട്ട് ഓഫ് മാർക്ക് കുറവ്. കാരണം അവർക്കും ഇത്ര ആളുകളുടെ ലിസ്റ്റ് എടുക്കണം. അങ്ങനെ ഒരു ലിസ്റ്റ് എടുക്കണമെങ്കിൽ അവിടെ ഏറ്റവും കുറവായതുകൊണ്ട് അവിടെ മാർക്കും കുറവായിരിക്കുമല്ലോ. അപ്പൊ അതനുസരിച്ചിട്ടൊരു മാർക്ക് വെച്ചിട്ട് അവർക്ക് എടുക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾ ആ ഒരു രീതിയിലും കൂടി എന്ത് ചെയ്യണം, പരിഗണിച്ചിട്ട് വേണം നിങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് ആപ്ലിക്കേഷൻ വെക്കാനായിട്ട്. അപ്പൊ ഈ ആപ്ലിക്കേഷൻ വെക്കുന്നതിന്റെ കാര്യം ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. പുതിയ ലിസ്റ്റ് നമുക്ക് വന്ന് കിട്ടിയിട്ടില്ല. വന്ന് കിട്ടിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓരോ ജില്ലയിലും എത്ര പേര് അപേക്ഷ വെച്ചിട്ടുണ്ട് എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതെന്തായാലും നമ്മളുടെ അടുത്ത് പഠിക്കുന്ന പിള്ളേർക്ക് നമ്മൾ കൃത്യമായിട്ട് അത് വന്നു കഴിയുമ്പോൾ അതിനുള്ള നിർദ്ദേശം കൂടി കൊടുക്കുന്നതാണ്. ഓക്കെ. ഇനി ഇതിന്റെ യോഗ്യതയെ കുറിച്ചിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. LP വെക്കാൻ പറ്റുമോ, UP വെക്കാൻ പറ്റുമോ, UP ആർക്കൊക്കെ വെക്കാം, LP ആർക്കൊക്കെ വെക്കാം. ഇത് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് വായിച്ചു നോക്കിയാൽ നമ്മുടെ കേട്ടറ്റ് പരീക്ഷ കൊണ്ടുവന്ന 2012 നമുക്ക് വന്നിരിക്കുന്ന ഒരു എന്താണ് അവര് പറഞ്ഞിരിക്കുന്ന കൃത്യമായിട്ടുള്ള കാര്യമാണ്. CTET പ്രൈമറി സ്റ്റേജ് പാസ്സായവരെ കേട്ടറ്റ് 1-ൽ നിന്നും CTET എലിമെന്ററി സ്റ്റേജ് പാസ്സായവരെ കേട്ടറ്റ് 2-ൽ നിന്നും ഒഴിവാക്കാവുന്നതാണ്. അതായത് CTET ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കേട്ടറ്റ് വെക്കാം അല്ലെ. പിന്നെ അതുപോലെ നെറ്റ്, സെറ്റ്, MPhil, PhD, MEd. ഈ MPhil ഇപ്പൊ കളഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലര് MPhil എന്നെ ഒഴിവാക്കി, അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് യോഗ്യത ഇല്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തുന്നുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ നമുക്ക് നിർത്തിയിട്ടൊന്നുമില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ MPhil ഒക്കെ പാസ്സായിരിക്കുന്നവർ നെറ്റ്, സെറ്റ്, MPhil, PhD, MEd എന്നീ യോഗ്യത നേടിയവരെ കേട്ടറ്റ് കാറ്റഗറി 1 മുതൽ 4 വരെ നേടുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടാണ്. അതായത് ഈ ഏതെങ്കിലും ഒരു സാധനം ഉള്ളവർക്ക് കേട്ടറ്റ് വേണ്ട എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ കേട്ടറ്റ് കാറ്റഗറി 3 വിജയിച്ചവരെ 2 നേടുന്നതിൽ നിന്നും ഒഴിവാക്കാവുന്നതാണ്. അതായത് 3 ഉണ്ടെങ്കിൽ നമുക്ക് ഹൈസ്കൂളിന്റെ 3ാമത്തെ കാറ്റഗറി ഉണ്ടെങ്കിൽ UPയിലെ കാറ്റഗറി 2 എഴുതി എടുക്കേണ്ട കാര്യമില്ല. അതുപോലെ കേട്ടറ്റ് കാറ്റഗറി 1, 2 എന്നിവയിൽ ഏതെങ്കിലും വിജയിച്ചവരെ LP, UP അധ്യാപക നിയമനങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. ഇത് കൃത്യമായിട്ടും പറഞ്ഞിരിക്കുന്നതാണ്. ചിലർ പറയും ഞങ്ങളുടെ മാനേജ്മെന്റ് പറ്റത്തില്ല എന്ന് പറഞ്ഞു, ഞങ്ങളുടെ അവിടെ പറ്റില്ല, ഇവിടെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു തോന്നുന്നു. പക്ഷെ ഈ സർക്കാർ ഓർഡറിൽ നിങ്ങളുടെ കേട്ടറ്റ് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അതിന്റെ 2ാമത്തെ പേജിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് അത് ഏത് വരെ വേണേലും കാണിച്ചു കൊടുക്കാവുന്ന കാര്യമാണ്. അതായത് കേട്ടറ്റ് 1, 2 എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ജയിച്ചവരെ LP, UP അധ്യാപന നിയമനങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അത് ഉണ്ടെങ്കിൽ ഇത് കാറ്റഗറി 1 ഉള്ള ആൾക്കും എന്ത് ചെയ്യാം, LP പരീക്ഷയ്ക്കും UP പരീക്ഷയ്ക്കും യോഗ്യതയ്ക്ക് നേടാം. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം. നമ്മുടെ ഇതിൻ്റെ അകത്ത് എന്താണ്, ഇത് LPയുടെ ആണ്. LP പരീക്ഷയ്ക്ക് നമുക്ക് പറഞ്ഞിരിക്കുന്ന യോഗ്യതകളാണ് 10th ലെവല് TTC കേട്ടറ്റ് ഇതുള്ളവർക്ക് വയ്ക്കാം. 10th TTC കേട്ടറ്റ് ഇതിൻ്റെ അകത്ത് +2 ഏതാണെങ്കിലും ജനറൽ +2 അയച്ചാൽ മതി. 12th ലെവലും TTC ഉള്ളവർക്കും വയ്ക്കാം. പിന്നെ എന്താണ് 10th ലെവല് TTC CTET ഉള്ളവർക്ക് വയ്ക്കാം, നെറ്റ് ഉള്ളവർക്ക് വയ്ക്കാം, സെറ്റ് ഉള്ളവർക്ക് വയ്ക്കാം, MPhil ഉള്ളവർക്ക് വയ്ക്കാം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മതി. ഇതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വെക്കാവുന്നതാണ്. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ കേട്ടറ്റ്, പിന്നെ DLED, TTC ഇതിൽ ഏതെങ്കിലും ഒരു യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കേട്ടറ്റ് 1 വെക്കാം, 2 വെക്കാം. 2 വെക്കാൻ പറ്റുന്നുണ്ട്. സാധാരണ പറയാറുണ്ട് 2ന് ഡിഗ്രി യോഗ്യത വേണമെന്ന് ഇങ്ങനെ ഒരു ഗവൺമെന്റ് ഓർഡർ ഒക്കെ ഉണ്ട്. പക്ഷെ ഇതിൻ്റെ അകത്ത് അത് പറഞ്ഞിട്ടില്ല. 2നും വെക്കാൻ പറ്റുന്നുണ്ട്.
അതായത് UP-ക്കും LP-ക്കും ഈ പറയുന്ന യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കും എന്ത് ചെയ്യാം, അപേക്ഷിക്കാം. ഒരു തെറ്റുമില്ല. നിങ്ങൾ അപേക്ഷിക്കുന്നതിൻ്റെ അകത്ത് വേറെ തെറ്റൊന്നുമില്ല. കാരണം നിങ്ങളുടെ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ കേട്ടിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ടാവും, കേട്ടിട്ട് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ആഡ് നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തിട്ട് ഇതില്ലാത്തവർക്കാണെങ്കിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം കാണിക്കും, ഇൻഎലിജിബിൾ എന്ന് കാണിക്കും. ഇൻഎലിജിബിൾ എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിൽ പോവുക, മൈ പ്രൊഫൈലിൽ പോയിട്ട് അവിടെ ആഡ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അവിടെ കയറിയിട്ട് നിങ്ങൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ അകത്ത് ആഡ് എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആഡ് ക്വാളിഫിക്കേഷൻ എന്നുള്ളതിൻ്റെ അകത്ത് എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നൊരു സംഭവം കിടപ്പുണ്ട്. ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ അകത്ത് ക്വാളിഫിക്കേഷൻ എന്നുള്ളത് അതെല്ലാം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സബ്ജക്ട് ജനറൽ ആണ്, ഇഷ്യൂയിങ് അതോറിറ്റി ഡിപ്പാർട്ട്മെന്റ് ഓഫ് കേരളയാണ്, സ്ട്രീം റെഗുലർ ആണ്. അതുപോലെ തന്നെ എന്താണ്, മന്ത് ആൻഡ് ഇയർ ഓഫ് പാസ്, അത് നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ ഏറ്റവും അടിഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ റിസൾട്ട് ക്വാളിഫിക്കേഷൻ ക്ലാസിഫിക്കേഷൻ അത് നിങ്ങൾക്ക് ആവശ്യമില്ല, നോട്ട് ആപ്ലിക്കബിൾ എന്ന് കൊടുത്താൽ മതി. രജിസ്റ്റർ നമ്പർ എന്നിടത്ത് റോൾ നമ്പർ കൊടുക്കുക, എന്നിട്ട് സേവ് ചെയ്യുക. ഇത് സേവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഇൻഎലിജിബിൾ എന്ന് പറയുന്ന സംഭവം അവിടെ മാറും. എന്നിട്ട് അവിടെ എന്ത് ചെയ്യും, അപ്ലൈ നൗ എന്നൊരു ബട്ടൺ വരും. ആ ബട്ടൺ നിങ്ങൾക്ക് TTC ഉള്ളവർക്കും DED ഉള്ളവർക്കും DLED ഉള്ളവർക്കും കേട്ടറ്റ് ഉള്ളവർക്കും LP-ക്കും UP-ക്കും വരുന്നുണ്ട്. ഇനി കേട്ടറ്റ് 2-ഉം B.Ed-ഉം ഉള്ളവരാണെങ്കിൽ, കേട്ടറ്റ് 2-ഉം B.Ed-ഉം ഉള്ള ഒരാളൊക്കെയാണെങ്കിൽ ഈ LP-UP-ലെ UP മാത്രമേ വെക്കാൻ പറ്റത്തുള്ളൂ. കാരണം നിർബന്ധമാണ്, TTC എന്ന് പറയുന്ന സാധനം എന്ത് LP-യിൽ നിർബന്ധമാണ്. അതില്ലാത്തവർക്ക് LP-യിൽ അപേക്ഷിക്കാൻ പറ്റത്തില്ല, UP-യിൽ അപേക്ഷിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ മലയാളം പാർട്ട് 1-ലോ 2-ലോ ഒക്കെ പഠിച്ചിരിക്കുന്നവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ അപേക്ഷ സമർപ്പിക്കാൻ പറ്റുള്ളൂ. അത് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ്റെ അകത്ത് 3-ാമത്തെ പേജിൽ 2-ാമത്തെ ഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. മലയാളം ഐച്ഛികമായി പഠിച്ചിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പാർട്ട് 2 സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് പഠിച്ചാലും മതി. ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് LP-യുടെയും UP-യുടെയും ക്വാളിഫിക്കേഷൻ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. LP-ക്ക് ആണെങ്കിൽ കേട്ടറ്റ്, DED, DLED, TTC ഇത് 3. ഇനി UP-ക്ക് ആണെങ്കിൽ ഈ സാധനങ്ങൾ ഉള്ളവർക്കും വെക്കാം, പ്ലസ് B.Ed-ഉം കേട്ടറ്റ് 2-ഉം ഉള്ളവർക്കും വെക്കാം. CTET അതിന് ആനുപാതികം തന്നെയാണ്, CTET ഉള്ളവർക്ക് അത് വെക്കാവുന്നതാണ്. ഇനി UP പരീക്ഷ എഴുതുന്ന പോലെ തന്നെ നിങ്ങൾക്ക് വെക്കാവുന്നതാണ് LP പരീക്ഷ വെക്കുന്ന പോലെ തന്നെ +2-ഉം കേട്ടറ്റും DED-ഉം യോഗ്യത ഉള്ളവർക്ക് വെക്കാം. പക്ഷെ ചിലര് വെക്കുമ്പോൾ ഈ DED എന്ന് പറയുന്ന ഒരു സാധനം കാണിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ DED എന്ന് പറയുന്ന സാധനം കാണിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ അപ്ഡേഷൻ വന്നിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് TTC-യോ അല്ലെങ്കിൽ DLED-ഓ കൊടുത്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിൻ്റെ അകത്ത് വേറെ തടസ്സങ്ങളൊന്നുമില്ല, അതും പറഞ്ഞിട്ടുണ്ട്. ഈ TTC-ക്ക് തത്തുല്യമായിട്ടാണ് DED-ഉം DLED-ഉം കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ആ യോഗ്യത പരിഗണിച്ച് അപേക്ഷ സമർപ്പിക്കാവുന്നതാണെന്ന് നിങ്ങളുടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യത്തിന്റെ അകത്തും സംശയം ഇല്ല. ഓക്കെ, ക്ലിയർ ആണോ? ഇപ്പൊ ഇതുവരെ ഞാൻ പറഞ്ഞതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാനത് തീർത്ത് തരാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ മൈക്ക് ഓൺ ആക്കി ചോദിച്ചോളൂ. സാറേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എന്റെ പേര് സരിത. സാറേ, എനിക്കിപ്പോ കേട്ടറ്റ് 1-ഉം +2 TTC ആണ്. അപ്പൊ എനിക്ക് LP-ക്ക് ഇപ്പൊ അപേക്ഷ വയ്ക്കാം. അത് സാർ ഇപ്പൊ പറഞ്ഞില്ലേ UP-ക്കും അങ്ങനെ വയ്ക്കാന്ന്. നിങ്ങൾക്ക് UP-ക്കും വെക്കാനുള്ള ഓപ്ഷൻ അതിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ 2 അങ്ങനെ പറയുന്നില്ല അല്ലെ? ഇല്ല, ഇത് കണ്ടോ, ഇത് നിങ്ങളുടെ UP-യുടെ ക്വാളിഫിക്കേഷൻ ആണ് ഈ പറഞ്ഞേക്കുന്നത്. 12th ലെവല് TTC കേട്ടറ്റ് ഇത്രയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, UP-ക്ക് അപേക്ഷ വെക്കാം, അപ്ലൈ ചെയ്യാം. ഇനി 10th B.Ed സെറ്റ് ഉണ്ടെങ്കിൽ ചെയ്യാം, 10th TTC സെറ്റ് ഉണ്ടെങ്കിൽ ചെയ്യാം. അതുപോലെ 10th ലെവല് B.Ed കേട്ടറ്റ് ഉണ്ടെങ്കിൽ ചെയ്യാം, 10th ലെവല് B.Ed നെറ്റ് ഉണ്ടെങ്കിൽ ചെയ്യാം, 10th ലെവല് B.Ed PhD ഉണ്ടെങ്കിൽ ചെയ്യാം, 10th ലെവല് B.Ed MPhil ഉണ്ടെങ്കിൽ ചെയ്യാം, 10th ലെവല് പിന്നെ എന്താണ്
B.Ed നെറ്റ് സയൻസിലുണ്ടെങ്കിൽ ചെയ്യാം. അതുപോലെ തന്നെ 10th ലെവല് B.Ed സെറ്റ് സയൻസിലുണ്ടെങ്കിൽ വീണ്ടും ചെയ്യാം. 10th ലെവല് B.Ed PhD, അതുപോലെ 10th ലെവല് MPhil B.Ed, 10th ലെവല് B.Ed നെറ്റ്. ഇത് കൊമേഴ്സുകാർക്കൊക്കെ വയ്ക്കാം കേട്ടോ, നെറ്റ് കൊമേഴ്സ് ഉള്ളവർക്കൊക്കെ വയ്ക്കാം. പക്ഷെ B.Ed അവർക്ക് അത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ്, 10th ലെവല് B.Ed സെറ്റ് കൊമേഴ്സ് ഉള്ളവർക്കും വെക്കാം. 10th ലെവല് B.Ed PhD, അതുപോലെ ഓരോ വിഷയത്തിനും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നെറ്റ് സെറ്റ് അതുപോലെ തന്നെ MPhil PhD ഇതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും വെക്കാം. ഏറ്റവും അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് എന്താണ്, 10th ലെവല് TTC KTET ഇതുണ്ടെങ്കിലും അവർക്ക് വെക്കാം. കാരണം എന്താണ്, ഈ പറയുന്ന 10th 12th TTC KTET ഉള്ളവർക്കും വെക്കാമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കും ധൈര്യമായിട്ട് വെക്കാം. ഡിഗ്രി വേണമെന്ന് അവിടെ നിർബന്ധം ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഈ എന്താണ് എയ്ഡഡ് സ്കൂളുകളിലൊക്കെ ഇങ്ങനെ പറയും, എന്താണ് UP-യിലേക്ക് ഡിഗ്രി നിർബന്ധമാണെന്ന് ഇങ്ങനെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഓർഡറോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എന്തായാലും ഇതിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ സാർ എക്സ്ക്യൂസ് മീ. ആ. സാറേ ഞാൻ D.Ed പഠിച്ച ആളാണ്. അപ്പൊ ഞാൻ അന്ന് എന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം കയറ്റുമ്പോൾ ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു D.Ed ഫുൾ ഫോം അങ്ങനെയാണല്ലോ. അപ്പൊ അങ്ങനെ പറഞ്ഞോണ്ടാ കൊടുത്തത്. പക്ഷെ ഇന്ന് LP-യില് ഇപ്പൊ അപ്ലൈ ചെയ്യാൻ ഇന്നെലിജിബിൾ എന്ന് പറഞ്ഞോണ്ടാ കാണിക്കുന്നത് LP UP. അതിപ്പോ DLED എന്നൊക്കെ ആക്കി കൊടുത്താൽ മതി. അതപ്പോ വീണ്ടും മറ്റേത് ഡിലീറ്റ് ചെയ്തിട്ട് ആക്കണോ? ഡിലീറ്റ് ചെയ്തിട്ടോ അല്ലെ എഡിറ്റ് ചെയ്തിട്ടോ ആക്കാം. ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ നമുക്ക് എഡിറ്റ് ചെയ്യാം. എന്നിട്ട് വീണ്ടും അപ്പൊ സർട്ടിഫിക്കറ്റ് കയറ്റേണ്ട ആവശ്യമില്ല. വേണ്ട, സർട്ടിഫിക്കറ്റ് എല്ലാം അതിനകത്ത് കയറ്റാൻ പറ്റില്ലല്ലോ. അതങ്ങ് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾ അങ്ങ് മാറ്റിയാൽ മതി. DLED ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ ആക്കിയാൽ മതി. ഓക്കെ സാർ, താങ്ക് യു. അത് പ്രൊഫൈലിൽ അപ്ഡേഷൻ വരാത്തതുകൊണ്ട് വന്നേക്കുന്ന ഒരു പ്രശ്നമാണ്. പക്ഷെ അത് നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രൊഫൈലിൽ അപ്പൊ അപ്ഡേഷൻ വരാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണം? നിങ്ങളൊന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അത് DLED എന്നുള്ളത് DLED ആക്കി കൊടുത്ത് അപ്ലൈ ചെയ്യാന്നുള്ളതും. ഓക്കെ. സാറേ സാറേ ഞാൻ +2 സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദിയാണ്. അപ്പൊ നമുക്ക് UPS അപ്ലൈ ചെയ്യണതിന് കുഴപ്പമില്ലല്ലോ സാറേ? ഇല്ല, 10th ക്ലാസ് ആണ് പറഞ്ഞേക്കുന്നവര്. 10th ക്ലാസ്സിന്റെ അകത്ത് ഞാനത് പറഞ്ഞു തരാം, കൃത്യമായിട്ടാണ് പറഞ്ഞു തരാം. അത് SSLCക്ക് പാർട്ട് 1-ലോ പാർട്ട് 2-ലോ മലയാളം പഠിക്കാത്തതോ പഠന മാധ്യമം മലയാളം അല്ലാത്തതോ ആയ ഉദ്യോഗാർത്ഥികൾ ഈ തസ്തികയിലേക്കുള്ള നിയമനത്തിന് അർഹരല്ല. അതായത് SSLCക്ക് പാർട്ട് 1-ലോ പാർട്ട് 2-ലോ മലയാളം പഠിക്കണം. പിന്നെ മലയാള ഭാഷ ആയിട്ട് പഠിച്ചിരിക്കുന്ന ആളുകൾക്ക് ഇതിലേക്ക് നിയമനത്തിന് അർഹതയുള്ളൂ. അത്രേ ഉള്ളൂ. +2-ന്റെ കാര്യമൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഓക്കെ, താങ്ക് യു സാർ. സാറ് അത് പിൻവലിച്ചെന്നല്ലേ ഇന്നാളെ കേട്ടിരുന്നല്ലോ? എന്തോ ഇപ്പൊ സാറ് പറഞ്ഞില്ലേ ഒരു കുറെ വന്നത് നമ്മള് സെക്കൻഡ് ലാംഗ്വേജ് മലയാളം എന്നുള്ളത്, അത് പിൻവലിച്ചെന്നും കേട്ടിരുന്നല്ലോ. പക്ഷെ ഇത് പിൻവലിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ഇതിന്റെ അകത്ത് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. നമ്മളുടെ ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷന്റെ അകത്ത് ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷന്റെ അകത്ത് കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. പിൻവലിച്ചോ ഇല്ലോ എന്ന് എനിക്കറിയില്ല. പിൻവലിച്ചെങ്കിൽ അത് അങ്ങനെ വെക്കേണ്ട കാര്യമില്ലല്ലോ. സാറേ, നമ്മൾ ഈ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നമ്മൾ പുറത്ത് കഫേയിൽ പോയി കൊടുക്കുന്നതാണോ നല്ലതല്ല നമ്മൾ സ്വന്തം കൊടുക്കുന്നതായിരിക്കും നല്ലത്? അങ്ങനെയെങ്കിൽ അത് കൊടുക്കുന്ന അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. അവസാനത്തെ ഒരു 3 ടിക്ക് ഇടണമെങ്കിൽ മൊബൈൽ ഉപയോഗിച്ച് പറ്റത്തില്ല. അപ്പൊ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇച്ചിരി അറിയാവുന്ന ഒരാൾക്കാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? എന്നതാണ് അതെങ്ങനെയാ ചെയ്യുന്നത് എന്നുള്ളത് അവസാനം കാണിച്ചു തരാം. അതൊന്നും കുഴപ്പമില്ല. പറയും സാറേ, ഞാൻ റിസ്വാന. സാറേ, പിന്നെ മുസ്ലിംസിന് റിസർവേഷൻ ഉണ്ടല്ലോ, അപ്പൊ അതിന് നമ്മൾ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇതിന്റെ അകത്ത് ഇപ്പം ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല. കാരണം മുസ്ലിം OBC കാറ്റഗറിയിൽ വരുന്നതായതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കലി റിസർവേഷൻ ആയിട്ട് കാണിക്കും. അതിന്റെ അകത്ത് തന്നെ റിസർവേഷൻ കാണിക്കും.
അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന്റെ സമയത്ത് നിങ്ങൾ അതിന്റെ ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും. ഓ, അത് നമ്മൾ എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞിട്ടായിരിക്കൂലേ, അല്ലാണ്ട് നമ്മൾ അത്രേ ഇപ്പഴേ ഉള്ളൂ. എടുത്ത് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. വേണ്ട. അന്നേരം നിങ്ങളോട് പറയാം 6 മാസത്തിനകത്തുള്ളത് എടുത്തുകൊണ്ടിരാൻ പറയാം. അപ്പൊ പിന്നെ 6 മാസത്തിനകത്തുള്ളത് എടുക്കണമല്ലോ. ഇപ്പം ജാതി സർട്ടിഫിക്കറ്റ് ചോദിക്കരുതെന്നൊക്കെയാണ്. SSLC ബുക്ക് ആയിരിക്കണം ജാതി സർട്ടിഫിക്കറ്റിനുള്ള മാർഗദർശി എന്നൊക്കെയാണ് ഇപ്പം. പക്ഷെ എന്നാലും പല സ്ഥാപനങ്ങളിലും ഈ സാധനം ചോദിക്കുന്നുണ്ട്. അതായത് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആയിരിക്കുമല്ലേ സാർ? അതെ. സാറേ, അതുപോലെ യുപിക്ക് നമ്മള് 2 ജില്ലയായിട്ട് കൊടുക്കാൻ പറ്റുമോ? ഒന്ന് നമ്മൾ മലപ്പുറം കൊടുത്തു, ഒന്ന് നമ്മൾ പാലക്കാട് കൊടുത്തു, അങ്ങനെ കൊടുക്കാമല്ലോ. അതിനൊന്നും കുഴപ്പമില്ല. അപ്പൊ എക്സാം നമ്മൾ ആ ജില്ലയിൽ തന്നെ പോയി എഴുതണോ? അതോ നമ്മൾ ഏത് ജില്ലയാണോ സെലക്ട് ചെയ്യുന്നത് ആ ജില്ലയിൽ തന്നെ പരീക്ഷാ സെന്റർ കാണിക്കുള്ളൂ. അവിടെയുള്ള ആളുകളെ എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഉൾക്കൊള്ളുള്ളൂ എന്ന് മാത്രല്ലേ സാറേ? അങ്ങനെയല്ലേ വരിക? അങ്ങനെയൊന്നുമില്ല. നമുക്ക് എവിടെ വേണമെങ്കിലും, നമ്മൾ പരീക്ഷ എഴുതുന്ന എവിടെ വേണമെങ്കിലും നമുക്ക് എഴുതാൻ പറ്റും. ഇനിയിപ്പോ ഏജിനെ കുറിച്ചിട്ട് ഒരാളിപ്പോ എൻ്റെ അടുത്ത് ചോദിച്ചു, ഏജിന്റെ കാര്യം എൻ്റെ അടുത്ത് ചോദിച്ചു. അത് ഇത്രയാണ്. പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ്. ഉദ്യോഗാർത്ഥികൾക്ക് 2005 ജനുവരി 1-ാം തീയതിക്കും അതുപോലെ 1983 ജനുവരി 2-ാം തീയതിക്കും ഇടയിലായിട്ടുള്ള ആളുകൾക്കാണ് ഈ പ്രായം വ്യത്യാസമുള്ളത്. പിന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്കും നിയമാനുസൃതമായ ഇളവുണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ട്. സാർ, ഞാൻ ആഷിഫ. പിന്നെ സാറ് അഭിപ്രായത്തിൽ ഇപ്പൊ തന്നെ അപേക്ഷ കൊടുക്കണ്ടെന്നല്ലോ സാറ് സംസാരിച്ചത്. അപ്പൊ ഇപ്പൊ തന്നെ കൊടുക്കണ്ടല്ലോ അല്ലേ? അത് നിങ്ങളെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും എവിടെയൊക്കെ എത്രയൊക്കെ പേര് അപേക്ഷിച്ചിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. ഇപ്പം ലിസ്റ്റ് ഒക്കെ പറയില്ല, ക്ലാസ്സിൽ പറയില്ല അല്ലേ? നമ്മുടെ അടുത്ത് പഠിക്കുന്ന പിള്ളേർക്ക് നമ്മൾ കൃത്യമായിട്ട് അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കും. ആ സമയമാകുമ്പോ ഓരോ ലിസ്റ്റ് വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു. ശരി, ഓക്കെ, താങ്ക് യു സാർ. സാറേ, എന്റെ പേര് നിഷ. ഞാൻ 10th + 2 തമിഴ്നാട്ടിലാണ് കഴിഞ്ഞത്. TTC മാത്രമാണ് കേരളത്തില്. അങ്ങനെ അപ്ലൈ ചെയ്യുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പക്ഷേ മലയാളം ടീച്ചർ പഠിച്ചിട്ടുണ്ടോ? അപ്പം മലയാളം തന്നെയാണ് പഠിച്ചത്. മലയാളം മീഡിയം തന്നെയാണ്. കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു സാർ. മലയാളം പാർട്ട് 1-ഓ 2-ഓ പഠിച്ചിരിക്കണം. മലയാളം ഐച്ഛിക വിഷയമായി പഠിച്ചിരിക്കണം. അത്രേ ഉള്ളൂ. അതുണ്ട്. ഓക്കെ, താങ്ക് യു സാർ. നമ്മുടെ സ്വന്തം ഡിസ്ട്രിക്റ്റിൽ തന്നെ അപ്ലൈ ചെയ്യുന്നതിന് 5 മാർക്ക് എങ്ങാണ്ട് ഉണ്ടെന്ന് അങ്ങനെ കേട്ടിരുന്നല്ലോ. അതെങ്ങനെയാണ് സാർ? അങ്ങനെയൊന്നുമില്ല ടീച്ചർ. ഇല്ലല്ലേ? ഇല്ല. ആളുകളെല്ലാം ഇങ്ങനെ എന്താണ് അങ്ങനെ ഒരു 5 മാർക്ക് കിട്ടുമെങ്കിൽ എങ്ങനെയാ ഈ ആളുകളെല്ലാം മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയി വെക്കുകയുണ്ട്. കാരണം ഒരു 5 മാർക്ക് എന്ന് പറയുന്നത് PSC-യിലൊക്കെ കിട്ടുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ഇല്ല, അത് എക്സാം എഴുതിയ ടീച്ചേഴ്സ് തന്നെ പറഞ്ഞു കേട്ടായിരുന്നു ഗവൺമെന്റ് സർവീസിൽ വെറുതെ. പിന്നെ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴൊക്കെ ആ സ്വന്തം ജില്ലയിലൊക്കെ ആണെങ്കിൽ അതിൻ്റെതായ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് കിട്ടുമായിരിക്കും. അതാണ് റാങ്ക് ലിസ്റ്റ് വരുമ്പോ 5 മാർക്ക് എങ്ങാണ്ട് നമ്മൾ ഇന്റർവ്യൂവിന്റെ സമയത്ത് അങ്ങനെ എന്തോ അലോട്ട് ചെയ്യുന്നുണ്ട് കേട്ടത്. അതാണ് ഞാൻ സജസ്റ്റ്. പക്ഷെ റാങ്ക് ലിസ്റ്റ് കയറണമെങ്കിൽ നമ്മൾ ആദ്യം പഠിക്കണം. ആദ്യം നമ്മൾ നോക്കി അപ്ലൈ ചെയ്യാൻ വേണം. കാരണം ഒരു 20,000 പേര് അപേക്ഷിക്കുന്നിടത്ത് കൊണ്ടുപോയി നമ്മൾ എന്ത് ചെയ്യരുത്? 20,000 പേര് അപേക്ഷിക്കുന്നിടത്ത് പോയി 900 വേക്കൻസി ഉള്ളിടത്ത് നമ്മൾ കൊണ്ടുപോയിട്ട് അപേക്ഷ വെക്കുന്നതിൽ യാതൊരു കാര്യമില്ല. കാരണം അവരെ ആകെ മൊത്തം 900 പേരെ എടുക്കുള്ളൂ 20,000 പേര് പരീക്ഷ എഴുതുന്നതിൽ നിന്ന്. അപ്പൊ കട്ട് ഓഫ് മാർക്ക് വളരെ കൂടുതലായിരിക്കും. അങ്ങനെയുള്ളിടത്ത് നമ്മൾ കൊണ്ടുവച്ചിട്ട് കാര്യം. ഒരു ഇടത്തരം വേക്കൻസി ഉള്ളതും എന്നാൽ അവിടെ ലാസ്റ്റ് PSC എത്ര ഒരു 90% 80% ഒക്കെ ആളുകൾ എടുത്തിട്ടുള്ളതുമായിട്ടുള്ള എവിടെയെങ്കിലും ജില്ലകൾ ഉണ്ടെങ്കിൽ അവിടെ വേണം വെക്കാൻ. അവിടെ ആകുമ്പോൾ നമുക്ക് അടുത്ത വർഷത്തേക്ക് നമുക്ക് അവിടെ സീറ്റും കാണും. ഈ പറയുന്ന ആളുകൾ അവിടെ ഒരു ഇടത്തരം ആളുകളെ അവിടെ വെക്കത്തുള്ളൂ. നമ്മുടെ ഒരു 50 മാർക്കിൽ താഴെ ആയിരിക്കും അവിടെ എപ്പോഴും ഈ പറയുന്ന കട്ട് ഓഫ് മാർക്ക്. അപ്പൊ നമുക്ക് അങ്ങനെ വെക്കാൻ പറ്റും. നമ്മൾ ജില്ല നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾ അങ്ങനെ ജില്ല നോക്കിയിട്ടൊന്നും വെച്ചിട്ട് കാര്യമില്ല. നമുക്ക് 5 വർഷം കഴിയുമ്പോൾ എങ്ങോട്ട് വേണമെങ്കിലും പോകാലോ. 5 വർഷത്തിന് മുൻപും പോകാം. മറ്റൊരാൾ നമുക്ക് പകരം വേറെ ഇടത്തേക്ക് പോകാൻ തയ്യാറാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി മാറുന്നതിനൊന്നും ഒരു തടസ്സങ്ങളൊന്നുമില്ല. അതുകൊണ്ട്
ഏറ്റവും നമുക്ക് വിശ്വാസം, നമുക്ക് ഇനി ഇതൊരു 4 വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു അവസരം കിട്ടും. അപ്പൊ ഈ ഒരു അവസരം നമ്മൾ മാക്സിമം മുതലെടുത്ത് പഠിക്കുക എന്നുള്ളൂ. നിങ്ങൾക്ക് അറിയാലോ എന്തോരും ഇപ്പൊ തന്നെ പറയുകയാണെങ്കിൽ ഒരു 100ന് മുകളിൽ ഈ പറയുന്ന LP-UPക്ക് പരിശീലനം കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. 100ന് മുകളിൽ LP-UPക്ക് പരിശീലനം കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അതില് ഒരു തുടക്കം സ്റ്റേജ് മുതൽ പടർന്ന് പന്തലിച്ചിരിക്കുന്ന സ്ഥാപനങ്ങൾ വരെ ഒരുപാടുണ്ട്. അപ്പൊ അതില് ഓരോ സ്ഥാപനം നമ്മുടെ അടുത്തൊക്കെ ആണെങ്കിൽ പോലും ഇപ്പൊ 100 പേർക്ക് മുകളിൽ പഠിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു സ്ഥാപനത്തിൽ 100 പേര് വെച്ച് മിനിമം ആവറേജ് പഠിക്കുന്നുണ്ടെങ്കിൽ എത്ര പേര് തന്നെ ഇപ്രാവശ്യം അപേക്ഷ വെക്കാനുണ്ട്? നിങ്ങൾ അതൊന്ന് കണക്ക് കൂട്ടി നോക്കിയാൽ മതി. അത് കൂടാതെ ഇതൊന്നും അല്ലാതെ ഞാൻ സ്വയം പഠിക്കാമെന്നും പറഞ്ഞു നിൽക്കുന്നവരും ഒരുപാട് പേര്. ഞാൻ ആ ഒരു കാര്യം നിങ്ങളോട് ഉറപ്പ് പറയാം, നിങ്ങൾ നന്നായിട്ട് കഠിനമായി പരിശ്രമിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കയറാൻ പറ്റുള്ളൂ. ഇതിൻ്റെ നമ്മളൊരു എന്താണ് ഒരു അയഞ്ഞ മട്ടിൽ നമ്മൾ എപ്പോഴും ഇരുന്ന് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് സാധിക്കും, എന്നെ കൊണ്ട് കഴിയും എന്നൊക്കെ പറഞ്ഞൊരു അയഞ്ഞ മട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇതൊരു കേട്ടറ്റ് പരീക്ഷയല്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു ലെവലിന്റെ അപ്പുറത്തോട്ട് പോകും. ഇതൊരു മത്സരമാണ്. ഓടി നിന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുമ്പിൽ കയറി ഓടണം. ആര് ഓടുന്നോ അവന്റെ മുമ്പിൽ 1 മാർക്കേലും കൂടുതൽ മേടിച്ച, 1 മാർക്ക് എന്ന് പറഞ്ഞാല് ഇതിനകത്ത് മൈനസ് മാർക്ക് കൂടിയുണ്ട്. 3ല് 3 തെറ്റുമ്പോൾ 1 മാർക്ക് പോകും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയും വരാം. അപ്പൊ പോയിന്റ് സംതിങ്ങിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചിലപ്പോഴെങ്കിൽ നമ്മൾ ഔട്ടായി പോകാം ലിസ്റ്റിൽ നിന്ന്. പിന്നെ നമുക്കൊരു അവസരം കിട്ടുന്നത് എപ്പോഴായിരിക്കും, അടുത്ത 4 വർഷത്തിനകമായിരിക്കും. അപ്പൊ അന്നേരത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, ചിലരുടെ പ്രായം കഴിഞ്ഞു പോകും, ചിലര് വീട്ടിലെ വേറെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ ഇതിന്റെ ടച്ച് വിട്ടുപോയി ഒക്കെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, കഠിനമായിട്ട് ഇനിയുള്ള ഒരു 6 മാസക്കാലം, ഇപ്പൊ നമ്മളോട് പറഞ്ഞേക്കുന്നത് ശരിയാണെങ്കിൽ നമുക്ക് എന്നാണ് പരീക്ഷ, ജൂൺ മാസം അല്ലെങ്കിൽ ജൂലൈ, ഓഗസ്റ്റ്, ഈ 3 മാസങ്ങളിലായിരിക്കും പരീക്ഷ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപേക്ഷകരുടെ എണ്ണം കൂടുതലുണ്ടെങ്കിൽ അവരെന്തായിരിക്കും, ഘട്ടം ഘട്ടമായിട്ടായിരിക്കും നടത്തുന്നത്. ആദ്യം ഒരു ഘട്ടം, രണ്ടാമത് വേറൊരു ഘട്ടം, മൂന്നാമതൊരു ഘട്ടം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നടത്തുക. അങ്ങനെ നടത്തിയാലും ഈ പറയുന്ന സംഗതി നമുക്ക് ഇത്രയും പേര് എഴുതുന്ന ഒരു പരീക്ഷയിൽ നമ്മൾ ഈ 6 മാസം നല്ല പോലെ മെനക്കെട്ട മാത്രമേ ലിസ്റ്റിൽ കയറാൻ പറ്റത്തുള്ളൂ. അല്ലെ നമുക്ക് അവിടെ ഒന്ന് എത്തി നോക്കാൻ പോലും പറ്റത്തില്ലാത്ത അവസ്ഥ. നമുക്ക് ഒരുപാട് പേര് അങ്ങനെ മരിച്ചു കിടന്ന് പഠിക്കുന്നവരുണ്ട്. എനിക്കറിയാവുന്ന പല സ്ഥാപനങ്ങളിലും 1 വർഷമായിട്ട് അവര് ഹോസ്റ്റലിൽ നിന്ന് ഇതിനു വേണ്ടി പഠിക്കുന്ന ആളുകൾ എനിക്കറിയാം. അപ്പൊ അവരുടെയൊക്കെ ഒപ്പം ഓടിയെത്തുക എന്ന് പറയുന്നത് നമ്മളെ കൊണ്ടൊന്നും പോസിബിൾ അല്ല എന്നല്ല, ഇത്തിരി പാടാണ്. കാരണം അവരുടെ മുമ്പിൽ കയറി ഓടണം. ഇപ്പൊ എന്താണ് ഒളിമ്പിക്സില് 100 മീറ്റർ മത്സരിച്ച് സ്വർണം നേടിയവന്റെ മുമ്പില് നമ്മളിവിടെ സ്കൂളിൽ 100 മീറ്റർ ഓട്ടത്തിന് സ്വർണം മേടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അവന്റെ മുമ്പിൽ ഓടി കയറാൻ നമുക്കൊരു ഇച്ചിരി എന്ത് വേണം, കഠിനാധ്വാനം വേണ്ടി വരും. കേറത്തില്ല എന്നൊന്നുമില്ല, കേറാം. പക്ഷെ അതിന് നമുക്കൊരു യോഗം വേണം, കുറച്ച് കഠിനമായിട്ട് അധ്വാനിക്കണം. അവൻ അവിടെ ഒരു ദിവസം 10 മണിക്കൂർ മെനക്കെടുന്നുണ്ടെങ്കിൽ നമ്മൾ 24 മണിക്കൂർ മെനക്കെട്ടാലേ അവന്റെ ആ ഒപ്പമെങ്കിലും നമുക്ക് ഓടിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ ഒരു സെറ്റപ്പിലേക്ക് നമ്മൾ പോകണം, അത്രേ ഞാൻ പറഞ്ഞു. അതിനിപ്പം നമുക്കൊരു പരിശീലനം വേണമെങ്കിൽ ആ പരിശീലനം വേണം, ആ പരിശീലനത്തിന് പോകണം. പിന്നെ ഒരുപാട് പേരെന്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, സാറേ ഓഫ്ലൈൻ ക്ലാസ്സിന് പോകണം. ഇപ്പം ഇന്നലെ മിനിയാന്നൊക്കെ ആയിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, 2-3 പേര് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഡെയിലി വേജസിന് വേണ്ടിയിട്ട്, ഇപ്പൊ പല സ്കൂളുകളിലും ഡെയിലി വേജസിന് ആളെ കിട്ടാനില്ല. അപ്പോ അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എന്താണ്, പലയിടത്തും ലൈവ് ഓൺലൈൻ ക്ലാസ്സിനും ഓഫ്ലൈൻ ക്ലാസ്സിനും കയറി അവർ പകല് ഫുൾ പഠനത്തിലാണ്, ഈ LP-UPക്ക് വേണ്ടിയിട്ടുള്ള പഠനത്തിലാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു 3 മാസത്തേക്കുള്ള ഡെയിലി വേജസ് പോലും ആവശ്യമില്ലാതെയാണ് ആളുകൾ പഠിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ വിദ്യാവീതിയിലും അതെ 300 പേരെയാണ് പഠിപ്പിക്കാന്ന് പറഞ്ഞേക്കുന്നത്. 300 പേരെയാണ് നമ്മളിവിടെ LP-UPക്ക് പരിശീലിപ്പിക്കുന്നുണ്ട്. മാക്സിമം 300 പേര്. ആ 300 പേരിന്റെ അകത്ത് ഈ 300 പേരെയും ഉറപ്പായിട്ട് നമ്മൾ ലിസ്റ്റിൽ കയറ്റാമെന്നാണ് നമ്മൾ അവർക്ക് വാക്ക് കൊടുത്തത്. അത് നമ്മൾ വെറുതെ നമുക്കൊരു വെറും വാക്ക് പറയാൻ പറ്റത്തില്ല. നമ്മുടെ ചരിത്രം അങ്ങനെയാണ്. നമ്മളൊരു കാര്യം പറഞ്ഞാൽ കൃത്യമായിട്ട് നമ്മളിത് ചെയ്തു പോകാറുണ്ട്. അതുകൊണ്ട് അവര് മെനക്കെട്ട ഉറപ്പായിട്ടും ഇവര് ഈ പറയുന്ന ഒരു 100 റാങ്ക് ലിസ്റ്റിൽ താഴെ നമ്മൾ അവരെ ഉറപ്പായിട്ട് കൊണ്ടുപോയി. ഈ 300 പേരെ നമ്മൾ എന്ത് ചെയ്യും, 100 ഈ പറയുന്ന 100 താഴെ ഒരു റാങ്ക് ലിസ്റ്റിൽ നമ്മൾ അവരെ എത്തി. 1 മുതൽ 100 വരെയുള്ള റാങ്ക് ലിസ്റ്റിൽ ഏതെങ്കിലും ഓരോ ജില്ലയിൽ നമ്മൾ അവരെ കയറ്റും. അതിന് വേണ്ട ജില്ലകൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. ആ പറഞ്ഞു കൊടുക്കുന്ന ജില്ലകളിൽ അവരെ അപേക്ഷ വെപ്പിക്കും. അതിന് വേണ്ടിയിട്ടുള്ള മാക്സിമം പരിശ്രമവും നമ്മൾ കൊടുക്കും.
ആ പരിശ്രമത്തിലൂടെ നമ്മൾ അവരെ എങ്ങനെയെങ്കിലും ആ ലിസ്റ്റിൽ കയറ്റും. അപ്പൊ അതുപോലെ തന്നെ എല്ലാവരും മത്സരിക്കുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കും. അപ്പം മത്സരത്തിന്റെ കാഠിന്യം കൂടും, അത്രേ ഉള്ളൂ. ഓക്കെ, സിലബസിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു. സിലബസിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് 2 വീഡിയോ ചെയ്ത് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് ടീച്ചർ. ഞാൻ വേണേ ഇത് കഴിയുമ്പോൾ അത് ഗ്രൂപ്പിലേക്ക് സിലബസിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരുമോ? അതാ ഞാൻ പറഞ്ഞത്, ഇതിന്റെ സിലബസേ ഞാൻ കൃത്യമായിട്ട് 2 വീഡിയോ എടുത്തിട്ട് ഞാൻ അത് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. നേരത്തെ തന്നെ ചെയ്തായിരുന്നു, വന്ന സമയത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. അത് ഞാനൊന്ന് ആ ഗ്രൂപ്പിലേക്ക് ഇട്ട് തരാം കേട്ടോ. സാറേ, നമുക്കൊരു 20-ാം തീയതി ആകുമ്പോഴേക്കും ഏകദേശം ഒരു ധാരണ കിട്ടുമെന്ന് പറഞ്ഞല്ലോ. നമുക്ക് എങ്ങനെയാ അത് മനസ്സിലാവുക? എങ്ങനെ അറിയാൻ കഴിയും? നമുക്ക് PSC തന്നെ ലിസ്റ്റ് തരും, എത്ര പേര് ഇതുവരെ വെച്ചിട്ടുണ്ടെന്നുള്ള ലിസ്റ്റ് തരും. അത് ശരി. ഓ, ഇന്നലെ എത്ര പേര് അപേക്ഷ വെച്ചിട്ടുണ്ട്, ഏതൊക്കെ ജില്ലയിൽ എത്ര അപേക്ഷകളാണ് വന്നിരിക്കുന്നത് എന്നുള്ളതിന്റെ ലിസ്റ്റ് അവർ തരും. താങ്ക് യു. ശരി. റേഞ്ച് കട്ടായിട്ടാണോ എന്നതാണോന്ന് അറിയില്ല, കട്ടായിട്ട് കേട്ടോ. ഞാനിപ്പോ ഇന്നലെയാണ് സാർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തത്, ഇന്നാണ്. ഓക്കെ, എനിക്ക് മനസ്സിലായി. ഞാൻ ആ പുതിയ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ സാർ, ഒന്നുകൂടെ അറിയാനുണ്ട്, നിങ്ങളുടെ ഈ വിദ്യാഭീതിയുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട് സാർ? നമുക്ക് ഓൺലൈൻ മാത്രമേ ഉള്ളൂ ടീച്ചർ. നമ്മൾ ഓൺലൈൻ ആയിട്ട് മാത്രമേ ക്ലാസ് കിട്ടുമോ? ഓൺലൈൻ ആയിട്ട് മാത്രമേ നമ്മൾ പഠിപ്പിക്കുന്നുള്ളൂ. കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാർ, കേൾക്കുന്നുണ്ട്. ഓക്കെ, ആ ടീച്ചറിന് എന്തോ പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മളിവിടെ ഓൺലൈൻ ആയിട്ട് മാത്രമേ ക്ലാസ് കൊടുക്കുന്നുള്ളൂ. 300 പേർക്കാണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത്. ഇപ്പൊ നമുക്ക് 125 പേരായിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് മാത്രമേ നമ്മൾ ബാക്കിയുള്ളവരെയും കൂടി നമ്മൾ എടുക്കുള്ളൂ. നമ്മളെടുത്ത ഫീസ് എന്ന് പറയുന്നത് 5000 രൂപയാണ് ഓൺലൈൻ ക്ലാസ്സിന്റെ ഫീസ് എന്ന് പറയുന്നത്. പരീക്ഷയുടെ തലേന്ന് വരെ നമ്മൾ ലൈവ് ക്ലാസ് കൊടുക്കും. 20-ാം തീയതി മുതലാണ് നമ്മൾ ലൈവ് ക്ലാസ് തുടങ്ങുന്നത്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പങ്കെടുക്കണമെങ്കിൽ നേരത്തെ പങ്കെടുക്കാം. 20-ാം തീയതി നമ്മൾ ഈ ക്ലാസ് തുടങ്ങുമ്പോൾ നമ്മൾ രാത്രി 9 മണി മുതൽ 10 മണി വരെ ആയിരിക്കും ക്ലാസ്സിന്റെ സമയം എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ പോകെ അങ്ങോട്ടേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുകളും കാര്യങ്ങളും ഒക്കെ വേണ്ടി വന്നാൽ ഈ 9 മണി എന്നുള്ളത് നമ്മൾ 8 മണി മുതൽ 10 മണി വരെ ആക്കും. അത് നമ്മൾ നമുക്കത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ് തീർക്കാനായിട്ട് 3 മാസം സമയം മതി. ആ 3 മാസം കൊണ്ട് നമ്മൾ സിലബസ് തീർത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുകളിൽ തരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന എല്ലാ ഡിഗ്രി ലെവലിലുള്ള ഇതുവരെ നടന്ന എല്ലാ പരീക്ഷകളും നമ്മൾ ഇവർക്ക് പരീക്ഷയായിട്ട് നടത്തുകയും ആ പരീക്ഷ നടത്തി അതിനെക്കുറിച്ചിട്ട് പൂർണ്ണമായിട്ടുള്ള അവർക്കൊരു ഗ്രാഹ്യം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു രീതി മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ ഏറ്റവും അവസാനത്തെ 2 മാസം അവധി സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇവർക്ക് വേണ്ടിയിട്ട് ഒരു ഓഫ്ലൈൻ ക്ലാസ്സും സംഘടിപ്പിക്കും. അത് നമ്മൾ കേരളത്തിൽ ഏതെങ്കിലും 2 ജില്ലകളിൽ മാത്രമായിരിക്കും സംഘടിപ്പിക്കുക, ഓരോ മാസം വീതം. ഒരു മാസം ഒരു ജില്ലയിലാണെങ്കിൽ അടുത്ത മാസം വേറൊരു ജില്ലയിൽ. അപ്പൊ അതിൽ നമ്മൾ നമ്മുടെ പിള്ളേര് പങ്കെടുക്കുന്നവർക്ക് മാത്രമായിരിക്കും അതിൽ പങ്കെടുക്കാനുള്ള അവസരം കൊടുക്കുക. നമ്മൾ വേറെ പുറത്തുനിന്ന് ആരെയും അതിലേക്ക് എടുക്കൂല. നമ്മൾ വേറെ ഏതെങ്കിലും ഒരു BEd കോളേജിന്റെ MEd കോളേജിന്റെ കീഴിലായിരിക്കും നമ്മൾ അത് നടത്തുക. നമ്മൾ അങ്ങനെയുള്ള കോളേജുകളാണ് സാധാരണ തിരഞ്ഞെടുക്കുക. അപ്പൊ അവിടെ ആയിരിക്കും നമ്മൾ അത് നടത്തുക. അത് നമ്മൾ ഓഫ്ലൈൻ ആയിട്ട് കൊടുക്കുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഈ പറഞ്ഞതൊരു വെറും വാക്കായി പോകരുത്. നിങ്ങളാണെങ്കിൽ പോലും ഇപ്പൊ ഈ ഒരു ലൈവ് ക്ലാസ്സിന്റെ അകത്തും ഒരു 200 പേര് കയറിയിട്ടുണ്ട്. ഞാനിത് ഇപ്പൊ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ ഇനി യൂട്യൂബിൽ ഇട്ട് കഴിയുമ്പോൾ അതെങ്ങനെ പോയാലും ഒരു 4000-5000 പേര് കാണും. അപ്പൊ ഇത്രയും പേരുടെ മുമ്പിൽ നമ്മുടെ ഒരു വാക്ക്, ഒരു 300 പേരെ നമ്മൾ ലിസ്റ്റിൽ കയറ്റൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കയറ്റണം. അല്ലാതെ നമുക്ക് പറ്റത്തില്ല. നമ്മുടെ ചരിത്രം അങ്ങനെ നമ്മൾ ആവർത്തിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ അടുത്ത് പങ്കെടുക്കുന്ന ഒരു 300 പേരെ നമ്മൾ 300 പേരെ പങ്കെടുപ്പിക്കും. നമ്മുടെ ലൈവ് ക്ലാസ്സുകളിൽ നമ്മൾ മാക്സിമം 300 പേരെ പങ്കെടുപ്പിക്കുള്ളൂ. ആ 300 പേരെ നമ്മളെ ലിസ്റ്റിൽ 100% കയറ്റും. ആ കാര്യത്തിൻ്റെ അകത്ത് വേറെ സംശയമൊന്നുമില്ല. നമ്മൾ ടീച്ചർമാര് അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ അവർക്ക് ഇപ്പൊ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ലൈവ് ക്ലാസ് കൂടി നമ്മൾ തുടങ്ങി കഴിയുമ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പൂർണ്ണമാവും. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ തരാം. ഞാനിതിപ്പോ അതിന് വേണ്ടി ഒരു പരസ്യത്തിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ഒന്നും അല്ല.
ഞാൻ ഈ ഒരു കാര്യങ്ങൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ചോദ്യങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് അതിനുള്ള മറുപടി ഒരുമിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഓക്കെ, അപ്പോ സംശയങ്ങളൊക്കെ മാറിക്കാണുമെന്ന് കരുതുന്നു അല്ലേ? സാറേ ഒരു കാര്യം ചോദിക്കട്ടെ, എന്താ ഓഫ്ലൈൻ ക്ലാസ് വരുമ്പോൾ ഏത് ജില്ലയിലായിരിക്കും വരുന്നത്? ഞാൻ ഇടുക്കി ജില്ലക്കാരിയാണ്. അപ്പം 2 ജില്ലയിലായിരിക്കും. ഒന്നെന്ന് പറയുന്നത് ഇടുക്കിയിലായിരിക്കും, രണ്ടെന്ന് പറയുന്നത് മലപ്പുറം അല്ലെങ്കിൽ കോഴിക്കോട്. ഇവിടെ എവിടെയെങ്കിലും ആണോ? ഓക്കെ. ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട് സാറേ, ഞാൻ ആദ്യത്തെ എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. ഞാൻ നിലവിൽ അപ്ലൈ ചെയ്തിട്ടില്ല, സൈറ്റ് കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത് കഫേ ചെന്ന് കഴിഞ്ഞപ്പോൾ. എനിക്ക് ഏത് ജില്ല വെക്കണ്ടേന്ന് അറിയില്ല. ഇടുക്കി ജില്ല വെക്കണോ അതോ വേറെ ഏതെങ്കിലും എറണാകുളം വേറെ ഏതെങ്കിലും ജില്ല അത് നമ്മള് ആ ലിസ്റ്റും കൂടി ഒന്ന് വന്നോട്ടെ. നമ്മൾ 20-ാം തീയതിയൊക്കെ ആയിട്ട് ആപ്ലിക്കേഷൻ വെച്ചാൽ മതി. ആണോ? ഓക്കെ. നിലവിൽ കൊടുത്തിരിക്കുന്നവരുടെ ലിസ്റ്റ് ഒക്കെ ഒന്ന് വന്നോട്ടെ. അപ്പൊ അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അറിയാലോ. ആണോ? ഞാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചായിരുന്നു, പക്ഷെ വിളിച്ചിട്ട് കിട്ടിയില്ല. ഓക്കെ, അത് കുഴപ്പമില്ല. ഞാൻ ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ അതിന്റെ ഡീറ്റെയിൽസ് അയക്കും. അപ്പൊ നിങ്ങൾ എനിക്കൊന്ന് വാട്സാപ്പിൽ മറുപടി തന്നാൽ മതി. ഓക്കെ, താങ്ക് യു സാർ. അങ്ങനെ നോക്കല്ലേ റാമി, ഞാൻ ക്ലാസ് എന്നോടാണോ ചോദിച്ചേ? അതെ സാറേ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. അപ്പൊ നമ്മൾ 20-ാം തീയതി വരെ വെയിറ്റ് ചെയ്ത് സാർ ഗ്രൂപ്പിൽ ചെയ്യുമല്ലോ, ഇത്ര അയച്ചേക്കണ അവരുടെ അന്ന് നോക്കിയിട്ട് നമ്മള് ധൈര്യമായിട്ട് അത് കഴിഞ്ഞിട്ട് വെച്ചാൽ മതിയല്ലോ അപേക്ഷ? അത് മതി. നമ്മുടെ എന്താണ് ഇനി അങ്ങോട്ടേക്ക് നമ്മള് പുതിയ കാര്യങ്ങൾ, അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജില്ലകൾ സെലക്ട് ചെയ്യാനൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങനെ പബ്ലിക് ആയിട്ടൊന്നും വീഡിയോ ചെയ്തൊന്നുമില്ല. അത് നമ്മള് എന്താണ് നമ്മുടെ പിള്ളേർക്ക് മാത്രമായിട്ട് അവരുടെ ഗ്രൂപ്പിൽ മാത്രമായിട്ടായിരിക്കും അറിയിക്കുക. അത് ലിസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും PSC ആണ് പ്രസിദ്ധീകരിക്കുന്നത്. നിങ്ങൾക്ക് അത് വരും. അത് എല്ലാവർക്കും തൊഴിൽ വാർത്ത, തൊഴിൽ വീതി, പിന്നെ എന്താണ് PSCയുടെ ബുള്ളറ്റിനിലൊക്കെ നിങ്ങൾക്ക് അത് കാണാം. അതൊക്കെ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്ത് തരാം. എല്ലാവർക്കും ഷെയർ ചെയ്ത് തരും. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ അതുകൂടി ഞാനൊന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് അത് ആപ്ലിക്കേഷൻ വെക്കുന്നത് എങ്ങനെയാണെന്നൊരു സംശയം ചോദിച്ചില്ലായിരുന്നു, അതും കൂടെ ഒന്ന് കാണിച്ചു തന്നേക്കാം. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടോ? ഇല്ല സാറേ, ഇപ്പൊ എല്ലാം ഒന്ന് ക്ലിയർ ആയി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സാറേ എന്റെ പേര് DEDും കാറ്റഗറി 1 ഉണ്ടെങ്കിൽ UP അപ്ലൈ ചെയ്യാൻ പറ്റുമോ? കാറ്റഗറി 2 വേണോ? വേണ്ടാന്നാണ് PSC സൈറ്റ് പറഞ്ഞത്. ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങളെ കാണിച്ചു തരാം. വെയിറ്റ് ചെയ്യൂ, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഞാൻ സംശയങ്ങളൊക്കെ തീർന്നല്ലോ അല്ലേ? ഞാൻ ഇതിലേക്ക് പോട്ടെ? ഓക്കെ സാറേ. സാർ, എന്റെ